ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ച് ചെടികൾ ഇപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ചിലതിനെല്ലാം നമ്മൾ കുറച്ചൊക്കെ വില കുറച്ചിട്ടുണ്ട്. കാരണം പോയ ചെടികളെക്കാളൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസ് കുറവുള്ളത് കൊണ്ട് മാത്രം, അല്ലാതെ നമുക്ക് കവർ സൈസ് മാറിയിട്ടല്ല, വലിപ്പം കുറച്ച് കുറവുള്ളത് കൊണ്ട് മാത്രം ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടതാണ്. നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ചെറിയ കോമ്പോസ് ഒന്നും ഇടാത്തതിൽ, അതായത് ബഡിൻ്റെ ചെറിയ കോമ്പോസ് ഒന്നും 80 രൂപ പ്ലാന്റ്സ് ഒന്നും ഇടാത്തതിൽ കുറച്ച് പേർക്കൊക്കെ മാനസികമായിട്ട് വിഷമമുണ്ട്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികൾ കാണാം. ഒന്ന് ചന്ദന റോസാണ്. ആദ്യം കാണിച്ചത് ഓറഞ്ച് ക്ലൈംബർ റോസാണ്. അതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതിൻ്റെ ഓറഞ്ച് ഓർക്കിഡ് എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ വയലറ്റ് റോസിൻ്റെ ചെറിയ സൈസ് ചെടികളുണ്ട്. 90 രൂപ എന്തോ ആണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാർട്ടിലിട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. വയലറ്റ് റോസിൻ്റെ ബഡഡ് ചെറിയ ചെടികൾ, ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറുതല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ടൈപ്പ് ചെടികളും നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ സോളർ റോസ് ഇപ്പോഴും അവൈലബിൾ ആണ്. അതും കുറച്ച് റേറ്റ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ചില ചെടികൾക്ക് നമുക്ക് വില ഇടാതെ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ 180ഉം 250, 250 ഒക്കെ ഇടുന്നത്. നമുക്ക് കിട്ടുന്ന സൈസ് അനുസരിച്ചാണ് നമ്മൾ വില ഇടുന്നതെന്നുള്ളത് ഏകദേശം നമ്മുടെ കൂടെയുള്ള എല്ലാ പേർക്കും അറിയാം. നമുക്ക് പറ്റുന്നിടത്തോളം ചെറിയ കോമ്പോസ്, ഇനി നെക്സ്റ്റ് പർച്ചേസിൽ ചെറിയ കോമ്പോസ്, അതായത് ബഡിൻ്റെ 80 രൂപ 50 രൂപ പ്ലാന്റ്സ് കൂടുതൽ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നാൾ കൂടിയിരുന്ന് ചെയ്തൊരു പർച്ചേസ് ആയത് കാരണം കൊണ്ട് നമുക്ക് എല്ലാം കുറച്ച് വെറൈറ്റിയും അത് കുറച്ച് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് നമുക്കെല്ലാം വലിയ കവറും 8 ഇഞ്ച് പോട്ടും പ്ലാന്റ്സും 14 ഇഞ്ച് പോട്ടും ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതാണ് അവസ്ഥ. നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എന്തുമാത്രം വില കുറച്ച് തരാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇനിയുള്ളത് നല്ല മണമുള്ള, അതായത് ഫ്രാഗ്രൻസിന് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഡാർക്ക് പനീർ റോസ്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറയെ ഇലകളൊക്കെ കൂടിയിട്ടുള്ള ചെടികളാണ്. അത് നമുക്ക് എല്ലാ പർച്ചേസിലും സാധാരണയായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഡാർക്ക് പനീർ റോസ്. എത്ര വന്നാലും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് തികയാതെ പോകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. ഒരു ഡിയർ റോസ് എല്ലാം പോലെ നല്ല കപ്പ് ഷേപ്പിലെല്ലാം വിരിഞ്ഞ് വന്നിട്ട്, നമ്മുടെ പനിനീർ റോസിൻ്റെ ഇലകൾക്ക് മാത്രമാണ് പനിനീർ റോസിനോട് സാമ്യം. പെറ്റലാണെങ്കിൽ പനിനീർ റോസിനേക്കാൾ ഡബിൾ പെറ്റൽ കൗണ്ടുണ്ട്. അതുപോലെ ഇലകൾ സെയിം പനിനീർ പോലെയാണ്, എന്നാൽ ഇത് ബഡ് റോസുകളാണ്. പിന്നെ അതുപോലെ നിറത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പനിനീരും ഡാർക്ക് പനിനീരും തമ്മിൽ. അതുകൊണ്ടായിരിക്കാം ഡാർക്ക് പനിനീർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിന് വേറെന്തോ ഐഡിയ ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ലെമൺ ഓറഞ്ച് ടൈഗർ റോസ് ഉണ്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത്, വോയിസ് കൊടുക്കുന്ന സമയത്ത് അവൈലബിൾ ആണ്. ഇനി അടുത്ത അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ കാർട്ട് ചെക്ക് ചെയ്തിട്ട് ഒരുപാട് പേർ പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന നോക്കിയിരിക്കുന്ന ഒരുപാട് റോസ് പ്രേമികളുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ അത് സെലക്ട് ചെയ്തേക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് സിങ്കോ ഡേ മാവോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഈ റോസിൻ്റെത്. നമ്മുടെ കുറച്ച് റെയർ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലവറാണിത്, റോസാണിത്. അപ്പോൾ ഇതും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ലൊരു കളറെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്കും ഓറഞ്ചും കൂടെ ചേർന്നിട്ടൊരു കളറാണ്. അത് പെറ്റലിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം ഒരു ബ്ലാക്കിഷ് കളറാണുള്ളത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല, ശരിക്കും അത് തന്നെ അറിയേണ്ട ഒരു സംഗതിയാണ്. പലരും വിചാരിക്കും ഇത് നമുക്ക് അങ്ങനെ വിരിയില്ല എന്ന്, പക്ഷേ എനിക്കങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് അങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് ചെയ്തും നന്നായിട്ട് വിരിഞ്ഞു. പിന്നെയുള്ളത് നമ്മുടെ ആപ്രിക്കോട്ട് റോസാണ്. ആപ്രിക്കോട്ട് റോസ് എന്ന് പറഞ്ഞാൽ കളർ കൊണ്ടും ഷേപ്പ് കൊണ്ടും അതുപോലെ ബെഞ്ചായിട്ടുണ്ടാകുന്നത് കൊണ്ടും വലിപ്പം കൊണ്ടും എല്ലാ പേർക്കും ഇഷ്ടമുള്ളൊരു റോസാണ്. നല്ല വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇനി ഏകദേശം കുറച്ചാണ് ബാക്കിയുള്ളത്. നമ്മൾ കൂടുതലെടുത്ത പ്ലാന്റ്സ് റെഡ് ഫെയറി, ഓറഞ്ച് ഫെയറി, അതേപോലെ ആപ്രിക്കോട്ട്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തത്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഈ സെയിം പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് അവിടുന്ന് കിട്ടിയ പിക്കാണ്. അതുപോലെ ഈ ഒരു റോസുണ്ട്, നമ്മുടെ ടൈഗർ ക്ലൈംബർ എന്നറിയപ്പെടുന്ന ഒരു റോസുണ്ട്. അതുപോലെ യെല്ലോ ക്ലൈംബർ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അതൊക്കെ ഞാൻ നല്ല രീതിയിൽ വില കുറച്ചിട്ടുണ്ട്. കാരണം സൈസ് അനുസരിച്ചാണ് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ചെറുതാണെന്നല്ല, ഇപ്പോഴും സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണുള്ളത്.
നേരത്തെ ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ഓരോ പർച്ചേസ് സമയത്തും വലുത് വലുത് നോക്കിയിട്ടാണ് കസ്റ്റമർക്ക് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഉള്ളതിൻ്റെ സൈസ് അനുസരിച്ചുള്ള റേറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് റോസ്, അത് നമ്മൾ വില കുറച്ചിട്ടില്ല. വില കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല നമുക്ക് ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത്. 8 ഇഞ്ച് പോട്ടിനകത്ത് കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ബ്ലാക്ക് റോസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സൈസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സാണ്. 2 എണ്ണം എന്തോ ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് റോസിൻ്റെ സൈസ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലൈമ്പിംഗ് റോസാണ് ഇതും നമുക്ക് കുറച്ചെന്തോ ബാലൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ, അതായത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, നോമ്പിന് മുന്നേ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് അധികം ബാലൻസ് ഉണ്ടായിരുന്നത് ഞാൻ ലാസ്റ്റ് വന്ന് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേർ അന്വേഷിച്ച് വന്നു. എനിക്കത് കൊടുക്കാനേ പറ്റിയില്ല കുറേ പേർക്ക്. അപ്പോൾ ഇപ്രാവശ്യവും ഇപ്പോൾ 2-3 ബാലൻസ് ഉണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ കരിഷ്മ റോസിൻ്റെ ഒരു ബഡ് റോസ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ സൈസാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ നമുക്ക് ഈ സെൻറ്റിമെൻ്റൽ റോസും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അതും നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇപ്പോൾ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഓർക്കിഡ് റോസാണ്. അത് ഞാൻ നേരത്തെ പല ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം കുറച്ചെന്തോ ബാലൻസ് ഉണ്ട്. ഇനി എല്ലാം നല്ല പ്ലാന്റ്സാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്രാവശ്യം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ തവണയും ഓർക്കിഡ് റോസ് വരുമ്പോൾ, ചെറിയ ചെടികളൊക്കെ വരുമ്പോൾ ഞാൻ വില കുറച്ചിട്ട്, മാക്സിമം വില കുറച്ചിട്ട്, നമുക്ക് വില കുറച്ച് കിട്ടിയിട്ടല്ല, ചെറുതായതുകൊണ്ട് ഞാൻ 80 രൂപയ്ക്ക് വരെ ഓർക്കിഡ് റോസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസ് വന്നിട്ടുണ്ട്. അതുപോലെ റെഡ് ഫെയർ റോസ് ഉണ്ട്. റെഡ് ഫെയർ ഞാൻ കുറച്ച് വില കുറച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ബേബി റൊമാൻറ്റിക്ക അത് കാർട്ടിനകത്ത് ഉണ്ടാവും, അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ. അത് കുറച്ച് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് ഇത് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ സൈസാണ്. ഓർക്കിഡ് റോസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞാലൊരു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റോസ് പ്രേമികളുടെ ഒരു വികാരമാണ് ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞാൽ. നിറയെ കൊല കുത്തി പൂക്കളുണ്ടാകും എന്ന് ഉറപ്പുള്ള ഒരു പ്ലാന്റാണ്. പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട് പിടിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ. അതിൻ്റെ സ്റ്റെമ്മിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് അതിൻ്റെ സ്റ്റെമ്മ് വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഉള്ളതെല്ലാം നല്ല മുളയ്ക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമ്മ് തന്നെയാണ്. അതാണ് നല്ല വളർന്നിട്ടുള്ള ഓർക്കിഡ് റോസുകൾ വാങ്ങി വെക്കുമ്പോഴാണത് മുളച്ച് കിട്ടാറുള്ളത്. പിന്നെ മാത്രമല്ല ഓൺ റൂട്ടഡ് ആയതുകൊണ്ട്, ഓൺ റൂട്ടഡ് പ്ലാന്റ്സാണ് വേഗം ഡൈബാക്ക് ആയി പോകാറുള്ളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയും ഓർക്കിഡ് റോസുകൾ പലർക്കും കിട്ടാതിരുന്നിട്ടുണ്ട്. അതുപോലെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു മുതൽ തന്നെയാണ്, അതൊരു അസറ്റാണ്. ആ ഒരു അവസ്ഥയാണ് ഓർക്കിഡ് റോസിൻ്റെ. പൂക്കളെന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ട് പൂക്കളുണ്ടാകും. ഒരു കൊമ്പിൽ നിന്ന് താഴെ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ കൊല കുത്തിയിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഓർക്കിഡ് റോസ്. ഓർക്കിഡ് റോസിന് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ, നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പലപ്പോഴും ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ 10 ഇരട്ടി പൂക്കൾ ഈ റോസ് സെല്ല് ചെയ്യുന്നിടത്ത്, അതായത് പ്രൊഡക്ഷൻ ചെയ്യുന്നിടത്ത് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അവിടെ അത്രയധികം പൂക്കളുണ്ടായിട്ട് ചാഞ്ഞ് വെയിറ്റ് കാരണം താഴേക്ക് കൂപ്പ് കുത്തിക്കിടക്കുന്ന ഒരു മദർ പ്ലാന്റിനെയാണ് നമ്മളന്ന് വീഡിയോയിലിട്ടത്. ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അവരത് കൂട്ടിപ്പിടിച്ച് കെട്ടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് സെക്യൂർ ചെയ്ത് മേലോട്ട് വെക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തോ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല എന്ന് തോന്നിയിട്ടാകാം ചെറുതായിട്ടൊരു സ്റ്റെം അവിടെ കാണുന്നുണ്ട്. പക്ഷേ അന്നേരം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അവരത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം ആ പൂക്കൾ കണ്ട് അതിൻ്റെ ആ കണ്ണിന് ഒരു അന്ധകാരം വന്ന് മൂടിയത് കാരണം അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ നോക്കി സംസാരിക്കുമ്പോൾ ഒരു കമ്പ് അവിടെ കുത്തി വെച്ചിട്ടുള്ള പോലെ തോന്നുന്നു. പക്ഷേ അത് അതിനകത്തൊന്നും നിൽക്കാതെ, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡാണ് അതിങ്ങനെ പൊന്തിച്ച് പിടിച്ച് കാണിച്ചു തരുന്നത്. അത്രയ്ക്കും പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ ഈ ടൂറൊക്കെ നമ്മൾ റോസ് പ്രേമികൾ ടൂറൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾ വേണം ടൂർ പോകാൻ. പൂക്കളെന്ന് പറഞ്ഞാൽ പൂക്കളാണ്, ചുറ്റും പൂക്കളാണ്. പൂക്കൾ ഏതെല്ലാം ടൈപ്പ് പൂക്കളാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പലതും അറിയാൻ പറ്റത്തില്ല ഇത് അതാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഒന്നും കൂടെ നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അതാണല്ലോ എന്ന്. അത്രമാത്രം മനോഹരമായിട്ടാണ് അവിടെ പൂത്ത് കിടക്കുന്നത്.
അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമെല്ലാം വാങ്ങിച്ച് അവിടെ വീട് വെച്ച് താമസിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനതിവിടെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ താമസിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് കുറച്ച് സന്തോഷമാണല്ലോ കുറച്ച് പൂക്കളെല്ലാം നമുക്ക് സ്വന്തമായിട്ട്. പക്ഷേ അതിന് ഒരുപാടധികം സംഗതികൾ അതിൻ്റെ ബാലൻസായിട്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഇപ്പം തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ടൂറ് പോകാൻ പറ്റിയ ഇടമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, പോകുമ്പോഴത്തേക്ക് കുറച്ച് യാത്രയിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകും. കാരണം നമ്മുടെ പ്രൈമറി നീഡ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭക്ഷണമെല്ലാം കിട്ടും, എല്ലാം ഓക്കെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ റോസ് പ്രേമികൾക്ക് ഈ റോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ആവശ്യം ഉണ്ടാകത്തില്ല. നമുക്കിങ്ങനെ തലയൊക്കെ ഇങ്ങനെ പെരുത്ത് ഇതെല്ലാം വാരിക്കൊണ്ട് ഓടണം എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കും. പിന്നെ പർച്ചേസിന് പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് ആദ്യം ഒരു അന്താളിപ്പുണ്ടാവും, ഇതെന്താണ് ഈ കാണുന്നതെന്ന്. പിന്നീട് നമുക്ക് ഇതെടുക്കണമല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ. അത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് സെയിലിനായിട്ടുള്ളത്. ഇനി ഏതെങ്കിലും സെയിലിനായിട്ട് ഈ കാണുന്ന റോസ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടില്ല. ഇത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ബുക്ക് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് പർച്ചേസിൽ കൊണ്ടുവന്ന് തരാം. ഇതേപോലെ വലിയ പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത്. ഇതവിടുത്തെ മദർ പ്ലാന്റ് ആണ്. നല്ല രസമാണ് കേട്ടോ നിൽക്കുന്നത് കാണാൻ. സ്വർണം കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം ആരാധകർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ കാണിക്കാത്ത ഫ്ലവേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാർട്ടിൽ നോക്കിയാൽ മതി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഹാദിയ.